കൊല്ലം പരവൂർ ഭൂതക്കുളത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ വലഞ്ഞ ജനങ്ങൾ. പുത്തൻകുളം 4-ാം വാർഡിലെ റോഡാണ് വെള്ളക്കെട്ടിൽ മുങ്ങിയത്. ഇതുവഴിയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുത്തൻകുളത്തെ IOB അധികാരിമുക്ക് റോഡാണിത്. മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. കാലങ്ങളായി ഈ അവസ്ഥ തുടരുകയാണ്. ഇതിനിടെയാണ് റോഡിൽ പൈപ്പ് ലൈനായി കുഴിയെടുത്തതും അത് ഇടിഞ്ഞു താഴ്ന്ന് വീണ്ടും പ്രശ്നം രൂക്ഷമായതും. സമീപ പ്രദേശത്തെ കുടുംബങ്ങളും ഇതുകാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നിരവധി തവണ ഭൂതക്കുളം പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ജനപ്രതിനിധികളടക്കം പറയുന്നു. ഇത് കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായി ഇതേ അവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കും. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തന്നൂർ, ചെറക്കരത്താഴം, ഇവിടെ തൊട്ടടുത്തൊരു ടൂറിസം കേന്ദ്രമുണ്ട്, ആനത്താവളം. ഇവിടെയൊക്കെ നൂറുകണക്കിന് ആൾക്കാർ വാഹനത്തിലും കാൽനടയായി വരുന്നതാണ്. അപ്പോൾ എത്രയോ വർഷക്കാലമായി മഴ പെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കും, ആർക്കും യാത്ര ചെയ്യാൻ കഴിയത്തില്ല. ഇതിൻ്റെ ഇടയിലാണ് പൈപ്പ് ലൈനിന് വേണ്ടി മേലിന്ന് താഴെ വരെ വലിയ കുഴി കുഴിച്ച് അത് മൊത്തം ഇടിഞ്ഞു താന്ന് അതിലേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. തൊട്ടടുത്തൊരു തോട്ടങ്കര കോളനിയുണ്ട്, ഏകദേശം 22 കുടുംബം താമസിക്കുന്നുണ്ട്. ഇവിടെ ഈ വെള്ളം കെട്ട് കഴിഞ്ഞാൽ, തോട് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പഞ്ചായത്തിൽ നിരവധി തവണ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA അടുത്ത് പറയുന്ന നേരത്ത് പറയും ഡിപ്പാർട്ട്മെൻറ്റ് പൈസ അനുവദിച്ചിട്ടുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൈസ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ, പഞ്ചായത്തും ഇതുപോലെ പൈസ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ വിഷയത്തിന് പരിഹാരം കണ്ടിട്ടില്ല. ഇതിൽ ശാശ്വതമായ പരിഹാരം കണ്ടേ പറ്റൂ. കാരണം ഈ വെള്ളക്കെട്ട് പരിഹരിക്കാതെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇതിലേക്കൂടെയുള്ള യാത്രകൾ വളരെ അസൗകര്യമാണ്. ദിവസവും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്ന് യാത്രാ ദുരിതം അനുഭവിക്കുന്നു. സ്ഥിരമായിട്ട് ഞാൻ 4 നേരം ഇതുവഴിയാണ് പോകാൻ വരെ ചെയ്യുന്നത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. 2 കിലോമീറ്റർ വരും എൻ്റെ വീട്ടിലോട്ടുള്ള ദൂരം. വളരെ പ്രയാസകരമായിട്ടാണ് ഞാൻ വലത് വെച്ച് 4-4.5 കിലോമീറ്റർ നടന്നാണ് ഇപ്പോൾ പോകുന്നത്. ഇതുവഴി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ പോകുന്നുണ്ട്. അപകട സാധ്യത ഏറെയാണ്. കാൽനട യാത്രക്കാർക്ക് വെള്ളക്കെട്ട് കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. ഇനിയും പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ തുടർന്നാൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, കൊല്ലം.